ഹായ് സുന്ദരീസ്. പിള്ളേരുടെ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സമാധാനമാണല്ലേ. അതായത് പതുക്കെ എണീക്കാം, എണീറ്റ് കുറച്ച് നേരം വിജനതയിലേക്കൊക്കെ നോക്കി അയവർത്തൊക്കെ ഇരിക്കാൻ പറ്റും. കുറച്ച് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ സ്കൂളുള്ള ടൈം ആണെങ്കിൽ ധൃതി പിടിച്ച് എണീറ്റ് ടിഫിനൊക്കെ പാക്ക് ചെയ്ത് ഇവരെ 7:30 ആകുമ്പോഴേക്കും വിടുമ്പോഴേക്കും എൻ്റെ മുന്നേ ഭയങ്കര ധൃതിയാണല്ലേ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവരിങ്ങനെ എൻഗേജ് ചെയ്ത് ഈ വെക്കേഷൻ ടൈമിൽ നിർത്തുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. എല്ലാം കൂടി നടക്കില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് പിള്ളേരെ മാനേജ് ചെയ്യണമെന്ന് എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഈ മൂന്ന് ചെറിയ വെക്കേഷൻ ക്ലാസ് ഒക്കെ ഉണ്ട്, അതിന് വിട്ട് അവിടെ പിള്ളേരായിട്ട് കളിച്ചിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് ജിം കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ എനിക്ക് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നിട്ട് വർക്കൗട്ട് ചെയ്യണം. എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് വർക്കൗട്ട്, അതായത് ലൈറ്റായിട്ട് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഫുൾ ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി അസ്വസ്ഥതയാണ്. എന്നാലും അത് കഴിഞ്ഞ് വന്ന് ഞാൻ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയായി പുറത്തു പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഷൂട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു 3-4 സൽവാർ, അത് ഹെയർ സ്റ്റൈൽ വീഡിയോ അങ്ങനെയൊക്കെ. ഞാൻ എന്നിട്ട് കോൺടാക്ട് ലെൻസ് മാറ്റതാണ്. എനിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെഗുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ കോൺടാക്ട് ലെൻസ് വെക്കുന്നത്. പക്ഷെ വെക്കുമ്പോൾ കളേർഡ് ആയിട്ടുള്ള ലെൻസ് വെക്കുന്നത് മാത്രം. പിന്നെ അങ്ങനെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഡിന്നർ ടൈമാണ്. ഞങ്ങൾ ഡിന്നർ കഴിക്കുമ്പോൾ എപ്പോഴും സിനിമ കണ്ടിട്ടാണ് കേട്ടോ കഴിക്കുക. പിന്നെ ഇത് മുസമ്പി കേട്ടോ, ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഐഡിയ ആണ്. മുസമ്പി ഇങ്ങനെ നുറുക്കിയിട്ട് അതിലിങ്ങനെ ഉപ്പ് തേക്കുക, എന്നിട്ട് ഇങ്ങനെ അത് വെച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുക, അപ്പോൾ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബോധോദയം ഉണ്ടായി, ഇമ്മയുടെ റൂം ക്ലീൻ ചെയ്യാന്ന്. എൻ്റെ പൊന്നേ, കുറേ നേരം എടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അവൾക്ക് ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ബാക്കി പത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുത്തു വെച്ച് റൂം സെറ്റാക്കി ക്ലീൻ ചെയ്തു. ഞങ്ങൾ 3 പേരുടെ അധ്വാനത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇത് ഇതേപോലെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്മയുടെ അടുത്ത്. ഒരുവിധം കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചു. ഒരുവിധം സെറ്റാണ് ഇപ്പോൾ.